ബഹിരാകാശത്തും ചാരപ്പണി നടത്തി ചൈന മിടുക്ക് കാണിക്കുന്നു. ചൈനയുടെ പല സിവിലിയൻ ബഹിരാകാശ പദ്ധതികളും സൈനിക പരിപാടികളെന്ന സംശയം ബലപ്പെടുകയാണ്. യുഎസിന് മുൻപേ ചൈന ബഹിരാകാശത്ത് ഇറങ്ങിയാൽ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് സ്വന്തമാണ് എന്ന് ചൈന പറയുന്നതുപോലെ ബഹിരാകാശത്തും ചൈന കുത്തക സ്ഥാപിക്കുമെന്ന് നാസ. ചൈനയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നാസ മേധാവി ബിൽ നെൽസൺ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. ചൈന ബഹിരാകാശത്ത് അതീവ രഹസ്യമായി സൈനിക പദ്ധതികൾ നടത്തുന്നു എന്നാണ് നാസ മേധാവി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയുടെ പല സിവിലിയൻ ബഹിരാകാശ പദ്ധതികളും സൈനിക പരിപാടികളാണ് എന്ന് നാസ വിശ്വസിക്കുന്നതായും ബിൽ നെൽസൺ യുഎസ് ബജറ്റ് കമ്മിറ്റിയോട് നടത്തിയ വെളിപ്പെടുത്തലിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2025ലേക്കുള്ള യുഎസിന്റെ ബഹിരാകാശ ബജറ്റ് അഭ്യർത്ഥനയിൽ ഒപ്പുവെക്കാനുള്ള കമ്മിറ്റി ഹിയറിംഗിൽ വെച്ചാണ് നാസ മേധാവി ചൈനയുടെ ബഹിരാകാശത്തെ സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ചൈന അസാധാരണമായ മുന്നേറ്റമാണ് ബഹിരാകാശ മേഖലയിൽ നടത്തിയിട്ടുള്ളത്. ചൈന 2030ഓടെ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അതിനു മുൻപായി യുഎസിന് അവിടെ എത്തേണ്ടത് ആവശ്യമാണെന്നും ബിൽ നെൽസൺ ചൂണ്ടിക്കാണിക്കുന്നു. കാരണം യുഎസിന് പകരം ചൈനയാണ് ചന്ദ്രനിൽ ആദ്യം ഇറങ്ങുന്നത് എങ്കിൽ ബഹിരാകാശത്തിന്റെ ചില ഭാഗങ്ങൾ ചൈനയ്ക്ക് സ്വന്തം പ്രദേശമായി അവകാശപ്പെടാമെന്നും ബിൽ നെൽസൺ കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചു. ബഹിരാകാശ ഗവേഷണ ശ്രമങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനു വേണ്ടി ചൈനയ്ക്ക് മുൻപേ യുഎസിന്റെ ദൗത്യം നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുഎസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് നിലവിൽ ചൈനയുടെ ഭ്രമണപഥത്തിൽ 499 ഉപഗ്രഹങ്ങളാണ് ഉള്ളത്. കൂടാതെ ചൈന ചില ചാര ബലൂണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹിരാകാശ പ്രവർത്തനങ്ങൾക്കായി ചൈന ധാരാളം പണമാണ് ഒഴുക്കുന്നത്. അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം യുഎസ് അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ടാകണമെന്നും നാസ മേധാവി ബിൽ നെൽസൺ വ്യക്തമാക്കി. അതേസമയം ചൈനയിലെ സാമ്പത്തിക മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ ശുഭമല്ല. 2024 ആദ്യ പാദത്തിൽ മികച്ച സാമ്പത്തിക വളർച്ച റിപ്പോർട്ട് ചെയ്തെങ്കിലും ഉയർന്നു വരുന്ന വ്യക്തിഗത കടബാധ്യത ചൈനയ്ക്ക് മുകളിൽ വെല്ലുവിളിയായി തുടരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചൈനയുടെ ഗാർഹിക കടം $11 ട്രില്യൺ ഉയർന്നത്. ഒന്നിലധികം പ്രോപ്പർട്ടികളിൽ നിക്ഷേപിക്കാനായി ആളുകൾ കടം വാങ്ങിയതാണ് ചൈനയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചത്. അതേസമയം വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ എണ്ണവും കൂടുന്നു. ഇതോടെ ശക്തമായ നടപടികളിലേക്കാണ് ചൈന കടക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേർണലിലെ റിപ്പോർട്ട് പ്രകാരം വായ്പാ തിരിച്ചടവ് മുടങ്ങിയവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ദൈനംദിന കാര്യങ്ങളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഏകദേശം 8.3 ദശലക്ഷം പേരാണ് ഈ പട്ടികയിൽ ഉള്ളത് എന്നാണ് കണക്ക്. വായ്പാ തിരിച്ചടവിലേക്കായി ഇവരുടെ വരുമാനം സർക്കാർ പിടിച്ചെടുക്കുകയും ദൈനംദിന ജോലികൾക്കായി അലവൻസ് അനുവദിക്കുകയുമാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ വിലക്കുകളുടെ നീണ്ട നിര പിന്നാലെയുണ്ടെന്നും പറയുന്നു. ടോൾ റോഡ് ഉപയോഗിക്കുന്നത് മുതൽ ബുള്ളറ്റ് ട്രെയിനിൽ കയറുന്നത് വരെ ഉണ്ട് നിയന്ത്രണം. വായ്പ തിരിച്ചടയ്ക്കാത്തവർ ഓൺലൈനായി ടിക്കറ്റ് വാങ്ങുന്നതിനും ഇലക്ട്രോണിക് പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. കടക്കാരാണെങ്കിൽ ഹൈസ്പീഡ് റെയിൽ, വിമാനയാത്രകൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരക്കാർ ഉയർന്ന ഇൻഷുറൻസ് പ്ലാനുകൾ വാങ്ങരുത്. വലിയ ഹോട്ടലുകളിൽ അവധി ആഘോഷിക്കുന്നതിനും താമസിക്കുന്നതിനും നിരോധനമുണ്ട്. മറ്റു വായ്പ ലഭിക്കുന്നതിനുള്ള നിരോധനത്തിനൊപ്പം സർക്കാർ ജോലിക്കും ചൈന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ പാലിക്കാത്തവരെ ജയിലിൽ അടയ്ക്കുന്നതാണ് മറ്റൊരു നിയമം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.